ആലുവ കോതമംഗലം നാലുവരി പാത ഉടൻ പൂർത്തിയാക്കണമെന്നും നെല്ലിക്കുഴിയിലെ ഫർണിച്ചർ വ്യാപാരികൾക്ക് പ്രത്യേക നഷ്ടപരിഹാര പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാര വ്യവസായ സമിതി കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി നെല്ലിക്കുഴി യൂണിറ്റ് സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആലുവ കോതമംഗലം നാലുവരി പാതയുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും നെല്ലിക്കുഴി ഫർണിച്ചർ വ്യാപാരികൾക്ക് പ്രത്യേക നഷ്ടപരിഹാര പാക്കേജ് അനുവദിക്കണമെന്നും നെല്ലിക്കുഴിയിലെ വ്യാപാരികൾ കോതമംഗലം ഏരിയയുടെ പരിധിയിലെ നെല്ലിക്കുഴി യൂണിറ്റ് സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയത്തിലൂടെയാണ് സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ചത്. നെല്ലിക്കുഴി യൂണിറ്റ് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ആസാദ് ഉദ്ഘാടനം ചെയ്തു. ചെറുവട്ടൂർ യൂണിറ്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഏരിയ സെക്രട്ടറി കെ നൌഷാദ് നിർവഹിച്ചു. നെല്ലിക്കുഴിയിൽ നടന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ജില്ലാ സെക്രട്ടറി ടി.എം. അബ്ദുൾ വാഹിദ് നിർവഹിച്ചു. ജില്ലാ നേതാക്കളായ കെ.എം. പരീദ്, എം.യു. അഷ്റഫ്, പി.എച്ച്. ഷിയാസ്, യാസർ അരാഫത്ത് എന്നിവരും റഷീദ സലീം, സി.ഇ. നാസർ, കെ സുരേഷ്, കെ.എം. കോയാൻ, യൂസഫ് കാട്ടാങ്കുഴി, ഇബ്രാഹിം പി.എം., സോംജി, സാലി ടി.എം. എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചെറുവട്ടൂർ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി ഷിഹാബ് പി.എം. പ്രസിഡന്റ്, ഒ.പി. രാജൻ സെക്രട്ടറി, അബ്ദുൽ ജബ്ബാർ ട്രഷറർ എന്നിവരെയും നെല്ലിക്കുഴി യൂണിറ്റിന്റെ ഭാരവാഹികളായി കെ ബഷീർ പ്രസിഡന്റ്, എൻ.ബി. യൂസഫ് സെക്രട്ടറി, എം.യു. റഫീഖ് ട്രഷറർ എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു. സമ്മേളനത്തിന് ശേഷം സ്നേഹവിരുന്നും നടന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. +2 ITM കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.